അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി ഈ ചർച്ചയിൽ ഉടനീളം പങ്കെടുക്കുന്നവരും ഒരു നിരീക്ഷകർ ആയിട്ടുള്ളവരും എല്ലാം അഭിപ്രായപ്പെടുന്ന ഒന്ന്, ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡ് അതാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പറയുന്നത് കശ്മീർ മാത്രമേ ചർച്ചയുള്ളൂ, മറ്റൊരു ചർച്ചയ്ക്കും ഒരുക്കമല്ല. ഇന്നലെ ഷഹബാസ് ഷെരീഫ് അവിടുത്തെ മാധ്യമങ്ങളോടടക്കം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യ ഒരു തേർഡ് പാർട്ടിയെയും ഈ വിഷയത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നില്ല, മറ്റൊരു രാജ്യത്തിന്റെയും മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ ഒരുക്കമല്ല, മറ്റൊരു രാജ്യത്ത് വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ള നീക്കവും ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായോ എന്നതിൽ വ്യക്തതയില്ലല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം, വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണ് ചർച്ച നടന്നത്. അത് DGMO തലത്തിൽ ഉള്ള ചർച്ചയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോയത് എന്ന് ഒരു മാസം പിന്നിടുമ്പോഴും എന്തുകൊണ്ടാണ് ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഭിലാഷ്, നോക്കൂ, ഈ ആക്രമണം ഉണ്ടാകുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇത് പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന തീവ്രവാദ ആക്രമണമാണ്. പാക് സ്പോൺസേഡ് ടെററിസ്റ്റിക് അറ്റാക്ക് അറ്റ് ഫഗൽഗാം എന്നുള്ളതാണ് CWCയുടെ റിപ്പോർട്ട്. ഏറ്റവും ആദ്യം അത് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ BJP അല്ല, കേന്ദ്ര സർക്കാരല്ല, മറ്റേതെങ്കിലും പാർട്ടിയല്ല, പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതിൽ കൃത്യമായ നടപടി ആവശ്യമുണ്ടെന്നും ആ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം വരെ മറ്റു രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയില്ലെന്നും യാതൊരു രാഷ്ട്രീയം പറയാനും തൽക്കാലം ഞങ്ങൾ വരുന്നില്ല എന്നും കൃത്യമായി രാജ്യത്തോട് പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരാറുണ്ട്. അങ്ങനെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സമയത്ത് അത് പറയേണ്ട സമയം ഇതല്ല എന്നും, അങ്ങനെ പറഞ്ഞാൽ സംഘടനാപരമായ നടപടി ഉണ്ടാകും എന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ വാണിംഗ് കൊടുത്ത ആളുടെ പേര് KC വേണുഗോപാൽ എന്നാണ്. അദ്ദേഹം ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. നോക്കൂ, ഈ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ച ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ, ലോക മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും അഭിമാനപൂർവ്വം എടുത്തുയർത്തി കാണിച്ച സോഫിയ ഖുറേഷി അടക്കമുള്ള വനിതാ പട്ടാളക്കാർ, വനിതാ സൈനികർ, അവർ ഏത് രീതിയിലാണ് BJP നേതാക്കൾ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടില്ലേ. എന്നിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി സുപ്രീം കോടതി കയറിയ ശേഷമാണ് BJP കേന്ദ്ര നേതൃത്വം വാക്കാലെങ്കിലും ഒരു താക്കീത് കൊടുക്കാൻ, ആ മന്ത്രിക്ക് താക്കീത് കൊടുക്കാൻ തയ്യാറായത്. അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചാൽ മതി. ഇനി ഞങ്ങൾ എന്തുകൊണ്ടാണ് ചില സംശയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്? ആ സംശയങ്ങൾ മുമ്പോട്ട് വെക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഫഗൽഗാം പോലെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ തിരിച്ച് മറുത്തൊരു വെടിവെക്കാൻ പോലും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നു എന്നുള്ളത് ഇന്റലിജൻസ് വീഴ്ചയാണോ? ആണെങ്കിൽ പരിശോധിക്കേണ്ടതില്ലേ? ഒരു സെക്ടറിന്റെ ചുമതല ഉണ്ടായത് രാഷ്ട്രീയ റൈഫിളിന് 2 സെക്ടറിന്റെ ചുമതല അധികമായി കൊടുത്തത് എന്ന് മുതലാണ്? എന്തിനാണ് അത്? ഈ ആക്രമണത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യാക്രമണം, എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച നമുക്ക് ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ഈ ഒരു സെക്ടറിന്റെ ചുമതല 2ആക്കി ഒരു രാഷ്ട്രീയ റൈഫിളിന് കൊടുത്തത് എന്നുള്ളതിനെ പറ്റി അന്വേഷണം ഉണ്ടാവണം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അങ്ങ് ജയറാം രമേശ് അടക്കമുള്ളവർ പറയുന്നത് പോലെ ഏതാണ് അമേരിക്കയുടെ ഇന്റർവെൻഷൻ ഉണ്ടായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. JD വാൻസ് മാത്രമല്ല, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കൂടെ തുറന്നു പറയുന്നു. അത് പറഞ്ഞ ശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രിയോ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലുമോ അതിനെ എതിർത്തില്ല. നിയമസഭയ്ക്കുള്ളിൽ എതിർത്തത് വിദേശകാര്യ മന്ത്രാലയമാണ്. ആ വിദേശകാര്യ എതിർത്തതിന് പിറ്റേ ദിവസം തന്നെ ഇതേ അമേരിക്കൻ പ്രസിഡന്റ് വളരെ ക്ലിയർ ആയി പറയുന്നു, ഏത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യം കച്ചവടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അവർ ഈ യുദ്ധം നിർത്തി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ അല്ല, അതിനുശേഷം വിദേശകാര്യ വക്താവിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയല്ലോ അങ്ങനെ പങ്കില്ല എന്നുള്ളത്. അല്ല, അതിന്റെ പിറ്റേ ദിവസമാണ് ട്രംപ് ഇതേ കാര്യം പറയുന്നത്, കച്ചവടമാണ്. അല്ല, വിക്രം മിശ്രി മാത്രമല്ലല്ലോ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പിന്നെ എന്താണ് വ്യക്തമാക്കിയത്? വിദേശകാര്യ വക്താവും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പോരല്ലോ, അമേരിക്കൻ വിദേശകാര്യ വക്താവ് അല്ലല്ലോ പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ഇറ്റ്സെൽഫ് ആണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എനിക്ക് അതിലെ താങ്കൾ പറയുന്ന സാങ്കത്യം മനസ്സിലാവുന്നില്ല? നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു മറുപടി നൽകിയാൽ അതിനപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറയണം എന്നത് അതിന്റെ യുക്തി എന്താണ്? പ്രശ്നം പറയാം. അതായത്, ഒന്നാമത് അമേരിക്കൻ പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നു. അതിനെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അത് പറയുന്നു. അപ്പോഴാണ് അങ്ങ് പറയുന്നത് വിദേശകാര്യ വക്താവും
വിദേശകാര്യ മന്ത്രാലയവും ഇതിന്റെ അകത്തൊരു വ്യക്തത വരുത്തുന്നത്. അമേരിക്കയുടെ ഇന്റർവെൻഷൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടിക്കും, അമേരിക്കയ്ക്കെന്നല്ല ഒരു തേർഡ് പാർട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സമ്മർദ്ദത്തിലോ അല്ല ഈ വെടിനിർത്തലിലേക്ക് പോയത് എന്നാണ് പറയട്ടെ. അതായത് വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യ വക്താവും ഈ വ്യക്തത വരുത്തിയതിനു ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ഈ പുലഭ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അതാണല്ലോ. നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഇപ്പൊ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ അതൊന്നുമില്ല, ഇന്ത്യ അത് അംഗീകരിക്കുന്നില്ല തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ. അത് വളരെ കൃത്യമായി വിദേശകാര്യ വക്താവ് പറഞ്ഞ ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ആ പുലഭ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര മന്ത്രാലയം തന്നെയാണ്, കേന്ദ്ര ഭരണകൂടം തന്നെയാണ്. എന്താ സംശയം? ഇല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ? ഇന്ത്യ അങ്ങനെ പലതും പറയും, പക്ഷെ ഞങ്ങളാണ് ഇടപെട്ടത്, ഞങ്ങളാണ് കൈ കൊടുത്തത്, ഇന്ത്യ പാകിസ്ഥാൻ ബായി ബായി ആക്കിയതിൽ നടുക്ക് നിന്ന് കൈ ചേർത്ത് പിടിച്ചു. ഞാൻ ഒരു സംശയമായി ആഡ് ചെയ്യുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്, ഇത് രാഷ്ട്രീയമായി താങ്കൾ കാണേണ്ടതില്ല. വളരെ കൃത്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് ചൈന, വളരെ കൃത്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് അസർബൈജാൻ, തുർക്കി. ഈ രാജ്യങ്ങളിലെ ഏതെങ്കിലും നേതാക്കൾക്ക് പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകിയതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന്, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ടീം അപ്പ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ രണ്ട് സൈഡിലും പലരും ചേരും, അവർക്ക് മറുപടി കൊടുക്കുന്നത് യുദ്ധത്തിലൂടെ തന്നെയാണ്. അങ്ങനെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ വന്നാൽ അത് യുദ്ധത്തിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത്. പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞി കളിക്കാൻ വന്നാൽ അങ്ങനെ കളിച്ച് ഇന്ത്യൻ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വർത്താനം പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കേണ്ടത് കേന്ദ്ര ഭരണകൂടമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയവും അതിന്റെ വക്താവും അവരാണല്ലോ സ്വാഭാവികമായും വിദേശ ലോകത്തോട് സംവദിക്കേണ്ടത്. അങ്ങനെ അവർ പറഞ്ഞതിന് ശേഷവും അതിനെ ഓവർ റൈഡ് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ് എന്നതിൽ സംശയം ഒന്നും തന്നെ ഇല്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതടക്കമുള്ള വിഷയങ്ങളിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം വേണം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ, ഒരു മാസമായി നമ്മൾ യുദ്ധം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആന്റി ടെററിസ്റ്റിക് മൂവ്മെന്റ് നടത്തി എന്ന് പറയുന്നത് നല്ല കാര്യം. അത് അങ്ങനെ വേണം. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു തീവ്രവാദ രാജ്യമാണ് എന്നതിൽ എതിരഭിപ്രായമൊന്നുമില്ല. ആ തീവ്രവാദ രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ മണ്ണിൽ കടന്നു വന്ന് നമ്മുടെ ഒരുപാട് സഹോദരിമാരെ വിധവകളാക്കി, ഒരുപാട് പേരെ അനാഥരാക്കി, അവരുടെ കണ്ണീര് വീഴ്ത്തിയ ഈ പറയുന്ന തീവ്രവാദികൾ ഇന്നെവിടെയാണ്? ശരി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതേ ചോദ്യം തീർച്ചയായും താങ്കളുടെ ആ ചോദ്യത്തിന് ശ്യാംരാജ് അടക്കം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ശ്യാംരാജ്,